ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ജോബിനാണ്. മുട്ടയിട്ട് കുഞ്ഞായിരിക്കുന്ന എൻ്റെ യെല്ലോ ക്രൗൺ ആമസോണുകളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. കേരളത്തിൽ ആദ്യമായിട്ടാണ് യെല്ലോ ക്രൗൺ ആമസോണുകൾ ബ്രീഡാകുന്നത്. നിലവിൽ നമുക്ക് 3 കുഞ്ഞുങ്ങൾ കൊടുക്കാനുണ്ട്. താല്പര്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ ബന്ധപ്പെടാം. എൻ്റെ നമ്പർ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്. ഇവർ മുട്ടയിട്ടത് മുതൽ കുഞ്ഞായിട്ടുള്ളത് വരെ അതുവരെയുള്ള ഓരോരോ ഘട്ടങ്ങളിലുള്ള വീഡിയോയും ഒപ്പം ഇതിനുവേണ്ടി ഞാൻ കൊടുത്തിട്ടുള്ള കേജ് സൈസ്, ബ്രീഡിംഗ് ബോക്സ് സെറ്റപ്പ്, ഭക്ഷണക്രമം, ഇതിനെല്ലാം കുറിച്ച് വിശദമായി പറയുന്ന വീഡിയോയാണ്. മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. മറ്റ് പക്ഷികളെ അപേക്ഷിച്ച് നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ള പക്ഷികളാണ് ഈ ആമസോൺ പാരറ്റുകൾ. തികച്ചും നമ്മുടെ കാലാവസ്ഥ ഇവർക്ക് ചേർന്നതാണ്. നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണവും നല്ല കേജും, അളവിനനുസരിച്ചിട്ടുള്ള നല്ല കേജും ഒപ്പം കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് ബോക്സ് സെറ്റപ്പും ഉണ്ടെങ്കിൽ ഇവയെ നമുക്ക് എളുപ്പത്തിൽ ബ്രീഡാക്കി എടുക്കാൻ പറ്റും. മറ്റ് പക്ഷികളെ പോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഇവയെ നമുക്ക് ബ്രീഡാക്കി എടുക്കാൻ പറ്റും. നല്ല ഇമ്മ്യൂണിറ്റി പവർ ഉള്ളതുപോലെ തന്നെ ഇവയ്ക്ക് നല്ല ലൈഫ് സ്പാനും ഉണ്ട്. വൈൽഡിൽ 75 മുതൽ 80 വയസ്സ് വരെയാണ് ഇവയുടെ ലൈഫ് സ്പാൻ കണക്കാക്കുന്നത്. എങ്കിലും നമ്മൾ ഏവിയറുകളിൽ നല്ല ഭക്ഷണവും വലിപ്പമുള്ള കേജും നല്ല ഒരു ബ്രീഡിംഗ് സെറ്റപ്പൊക്കെ ഇതിനുണ്ടെങ്കിൽ ഇത് 90 വർഷത്തിന് മുകളിൽ വരെ ഈ ആമസോൺ പാരറ്റുകൾ ജീവിക്കും. ഇവ 4 വയസ്സിന് മുകളിലാണ് മെച്ചർ ആകുന്നതും ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് റെഡിയാകുന്നതും. എൻ്റെ ഏവിയറിൽ എക്ലറ്റസ് പാരറ്റ് കഴിഞ്ഞാൽ എണ്ണത്തിലും വെറൈറ്റിയിലും കൂടുതലുള്ളത് ആമസോൺ പാരറ്റുകളാണ്. ഇവ നല്ലോണം കുളിക്കാൻ ഇഷ്ടപ്പെടുന്ന പക്ഷികളാണ്. അതുകൊണ്ട് തന്നെ ഇവയ്ക്ക് കഴിയുന്നതും വലിയ പാത്രങ്ങളിൽ വെള്ളം വെച്ചു കൊടുക്കുന്നതാണ് നല്ലത്. സാധാരണ 3 സമയങ്ങളിലായാണ് ഞാൻ ഇവയ്ക്ക് ഭക്ഷണം കൊടുക്കാറുള്ളത്. രാവിലെ മുളപ്പിച്ച ധാന്യങ്ങൾ, അതിൽ കടല, പയർ, ഗോതമ്പ്, ബീൻസ്, അങ്ങനെ എല്ലാ സാധനങ്ങളും അതിൽ ഉൾപ്പെടുത്തും. ഒപ്പം പച്ചക്കറി ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യും. പച്ചക്കറിയിൽ വെണ്ടയ്ക്ക, വെള്ളരിക്ക, മത്തൻ, അതുപോലെ കോളിഫ്ലവർ, ബീറ്റ്റൂട്ട്, ഇങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും ചേർക്കും. ഒപ്പം ഇലക്കറികൾ ഇതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്യാറുണ്ട്. ഉച്ചയ്ക്ക് അധികം പഴുക്കാത്ത എല്ലാ പഴങ്ങളും ഞാൻ എൻ്റെ ആമസോൺ പാരറ്റുകൾക്ക് കൊടുക്കാറുണ്ട്. പ്രത്യേകിച്ച് പപ്പായ ബ്രീഡിങ്ങിന് വേണ്ടി റെഡിയാകുന്ന സമയത്ത് കൊടുക്കാറില്ല. മറ്റ് എല്ലാ സമയങ്ങളിലും ഞാൻ പപ്പായ കൊടുക്കാറുണ്ട്. മറ്റ് വീഡിയോയിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, വിരയ്ക്ക് വേണ്ടിയിട്ട് ഏറ്റവും നല്ല ഒരു വിരയ്ക്കുള്ള മരുന്നാണ് പപ്പായ. ബ്രീഡിങ് സമയം ഒഴിച്ച് നമുക്ക് എല്ലാ പക്ഷികൾക്കും പപ്പായ കൊടുക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ബ്രീഡിങ്ങിന് വേണ്ടിയിട്ട് റെഡിയാവുന്ന സമയം പപ്പായ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ കുറച്ച് പഴങ്ങൾ, മറ്റ് വീഡിയോസിൽ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പഴങ്ങൾ ഞാൻ കൊടുക്കാറില്ല. അത് എല്ലാ ബേഡ്സിനും. മുന്തിരി, അതേപോലെ കൈതച്ചക്ക, പാഷൻ ഫ്രൂട്ട്, ഇങ്ങനെയുള്ള കുറച്ച് പഴങ്ങൾ എല്ലാ ബേഡ്സിനും ഞാൻ കൊടുക്കാറുമില്ല. വൈകുന്നേരങ്ങളിൽ വളരെ കുറഞ്ഞ അളവിലാണ് സീഡ് ഞാൻ കൊടുക്കുന്നത്. പൊതുവെ ആമസോൺ പാരറ്റിനും എക്ലറ്റസ് പാരറ്റിനും. ഇവ 2 പക്ഷികൾക്കും ഏകദേശം ഒരേ ഡയറ്റ് തന്നെയാണ്. വളരെ കുറഞ്ഞ അളവിൽ മാത്രം ഇവയ്ക്ക് ഓയിൽ കണ്ടൻറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കൊടുത്താൽ മതി. അടുത്ത് എൻ്റെ ആമസോൺ പാരറ്റുകളുടെ കേജുകളുടെ വലിപ്പം നോക്കാം. ഞാൻ 3 ടൈപ്പിലുള്ള കേജുകളാണ് ചെയ്തിട്ടുള്ളത്. സ്ഥലത്തിൻ്റെ പരിമിതി അനുസരിച്ച് കിട്ടാവുന്ന സ്ഥലത്തിൽ മാക്സിമം സ്ഥലം എടുത്തുകൊണ്ട് 3 ടൈപ്പിലുള്ള കേജുകളാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. നിങ്ങൾ കേജ് ചെയ്യുമ്പോൾ ഈ അളവിലല്ല, കുറച്ചുകൂടി വലിപ്പത്തിൽ ചെയ്യുമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും. അതിൽ ഒരു കേജ് 5 അടി പൊക്കവും 5 അടി വീതിയും 7 അടി നീളവുമാണ്. അടുത്ത ഒരു കേജ് 7 അടി നീളവും 8 അടി പൊക്കവും 4 അടി വീതിയുമാണ്. അടുത്ത ഒരു കേജ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴ് ആമസോണ് ബ്രീഡായി ഇരിക്കുന്ന കേജ് 10 അടി നീളവും 5 അടി പൊക്കവും 5 അടി വീതിയുമാണ്. ശരിക്കും ഇത് ഞാൻ മെക്കാവ് ബ്രീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കേജാണ്. ശരിക്കും അതിൽ മെക്കാവിൻ്റെ ബ്രീഡിംഗ് ബോക്സിൽ തന്നെയാണ് ഈ ആമസോണ് ബ്രീഡായിട്ട് ഇരിക്കുന്നത്. ഈ ബോക്സിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. ഇത് ഫസ്റ്റ് ഡ്രമ്മിൽ ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് ഡ്രമ്മിൽ
ഇന്നർ ലെയർ തടി വെച്ചിട്ട് സെറ്റ് ചെയ്ത ഒരു ബ്രീഡിംഗ് ബോക്സ് ആണ്. ഇതിൽ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. ഇതിൻ്റെ ഒരു മിസ്റ്റേക്ക് എന്തെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നട്ടിൻ്റെ ടോ ഭാഗം പുറത്തോട്ട് പലകയിൽ നിന്നും പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. അത് ഈ ഒരു പോർഷൻ ഞാൻ മാർക്ക് ചെയ്ത് കാണിച്ചു തരാം. അത് ഈ ഒരു പോർഷനാണ്. അത് നിങ്ങൾക്ക് ഇതിൽ കാണാൻ പറ്റും. ടോ പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. അങ്ങനെ ഈ ആമസോണിൻ്റെ തന്നെ ഒരു മുട്ട പൊട്ടിയിട്ടുണ്ട്. എന്തായാലും കുഴപ്പമില്ല. പൊട്ടിയ മുട്ടയും വിരിഞ്ഞിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന ബോക്സുകൾ ഈ പ്രൊജക്റ്റ് ചെയ്ത പോർഷൻ നെൽറ്റിൻ്റെ ടോ നമ്മൾ ഉള്ളിലോട്ട് ഇറക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത്. ടോ ഒരിക്കലും പലകയിൽ നിന്ന് പുറത്തോട്ട് പ്രൊജക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് ഇപ്പോഴും ഞാൻ മെക്കാവിൻ്റെ ബ്രീഡിംഗ് ബോക്സുകൾ ചെയ്യുന്നത്. പൊതുവേ ആമസോൺ പാരറ്റുകൾ മുട്ട ഇട്ടോ എന്ന് ബ്രീഡിംഗ് ബോക്സ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. മുട്ട ഇട്ട് കഴിഞ്ഞാൽ ആമസോൺ പാരറ്റുകളുടെ മെയിലുകൾ നല്ല അഗ്രസീവ് ആവാൻ തുടങ്ങും. അത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. കേജിൻ്റെ അടുത്തോട്ട് പോകുമ്പം തന്നെ മെക്കാവുകളുടെ ബ്രീഡിംഗ് ബോക്സിൻ്റെ അടുത്തെത്തിയ ഒരു ഫീൽഡിൽ അറ്റാക്കിങ് ഈ ആമസോൺ പാരറ്റുകൾ തുടങ്ങും. അങ്ങനെ തന്നെ നമുക്ക് വളരെ എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും ആമസോൺ പാരറ്റുകൾ എഗ്ഗ് ചെയ്തിട്ടുണ്ടെന്ന്. ബ്രീഡിംഗ് ബോക്സുകൾ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ അതിനൊരു പർട്ടിക്കുലർ ഷേപ്പിൻ്റെ ആവശ്യമില്ല. എൽ ഷേപ്പിനും ഇതിന് കംഫർട്ടബിളാണ്, ബോക്സ് ടൈപ്പും ഇതിന് കംഫർട്ടബിളാണ്, ഒപ്പം ഡ്രമ്മും കംഫർട്ടാണ്. കാര്യം ഇതിൽ ഡ്രമ്മിലും സ്ക്വയർ ടൈപ്പിലും എനിക്ക് ഓൾറെഡി ബ്രീഡ് ആയിട്ടുണ്ട്. ചില ആൾക്കാർക്ക് എൽ ഷേപ്പിലും ആയിട്ടുണ്ട്. അപ്പം ഇതിനൊരു ബോക്സ് ഒരു പ്രശ്നമല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏത് ടൈപ്പിലുള്ള ബോക്സുകൾ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ബോക്സ് സെറ്റ് ചെയ്യുന്ന സ്ഥലം കേജിൻ്റെ മാക്സിമം ഉയർന്ന ഭാഗത്ത് ഒരു കോർണറിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിൻ്റെ എൻട്രൻസ് അതിനകത്തോട്ട് കയറേണ്ടുന്ന ഭാഗത്തിനോട് ചേർന്ന് തന്നെ ഇരിക്കാനുള്ള ഒരു കമ്പും സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആ കമ്പിൽ നിന്ന് ഇതിനകത്തോട്ട് കയറാനും ഇറങ്ങാനും ആ ഒരു പേടിയൊക്കെ ആദ്യമേ ഇതിന് മാറിക്കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ബ്രീഡിംഗ് ബോക്സ് സെറ്റ് ചെയ്യുമ്പോൾ അറിയേണ്ട വേറെ ഒരു കാര്യം, കഴിയുന്നതും ആ ഒരു പോർഷനിൽ ഡിസ്റ്റർബൻസ് കുറഞ്ഞ ഒരു സ്ഥലത്ത് വേണം ബ്രീഡിംഗ് ബോക്സ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ ബേർഡ്സിനൊരു കംഫർട്ട് ഫീൽ ആവുകയുള്ളൂ. കാര്യം എല്ലാ ബേർഡ്സുകളും മാക്സിമം സുരക്ഷിതമായ ഒരു സ്ഥലത്ത് മാത്രമേ എഗ്ഗ് ലേ ചെയ്യുള്ളൂ, അതും മാക്സിമം ഇരുട്ടുള്ള സ്ഥലത്ത്. അപ്പം ബ്രീഡിംഗ് ബോക്സുകൾ കഴിയുന്നതും ഉയർന്ന സ്ഥലത്തും ഡിസ്റ്റർബൻസ് കുറഞ്ഞ സ്ഥലത്തും ഒപ്പം വെളിച്ചം കടക്കാത്ത രീതിയിലും ബ്രീഡിംഗ് ബോക്സുകൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ കാണുന്ന വെളിച്ചം നമ്മുടെ ക്യാമറയിൽ നിന്നുള്ള വെളിച്ചമാണ്. അല്ലാതെ ഇതിൻ്റെ അകത്തോട്ട് പുറത്തു നിന്നും ഒരു വെളിച്ചം വരുന്നില്ല. എല്ലാ സൈഡിലും എൻട്രൻസ് ഒഴികെ എല്ലാ സൈഡും ഫുള്ളി പാക്ക്ഡ് ആണ്. അതുപോലെ കേജിൻ്റെ കോർണറിലാണ് ഇരിക്കുന്നത്. മാക്സിമം ആ ഒരു പോർഷനിൽ മറ്റു ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ അതിനകത്ത് ഇല്ല. ഇൻസ്പെക്ഷൻ ഡോറിൻ്റെ വശങ്ങളിൽ കൂടി പോലും ഒട്ടും വെളിച്ചം കടക്കാത്ത രീതിയിലാണ് നമ്മൾ ഡോറ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതെങ്ങനെയാണ് വെളിച്ചം കടക്കാത്ത രീതിയിൽ ഡോറ് സെറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് ഇതിൻ്റെ മുന്നേ ഉള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, മെക്കാവുകളുടെ ബ്രീഡിംഗ് ബോക്സിനെ കുറിച്ച്. ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണ് വെളിച്ചം കയറാത്ത രീതിയിൽ നമുക്ക് ഡോറ് സെറ്റ് ചെയ്യാം എന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് ഈ ലിങ്ക് വഴി കയറി ആ വീഡിയോ കാണാൻ പറ്റും. ബ്രീഡിംഗ് ബോക്സുകൾ സെറ്റ് ചെയ്യുമ്പോൾ നല്ല ഉണങ്ങിയ വുഡ് ഷേവർ ഇട്ട് തന്നെ ബ്രീഡിംഗ് ബോക്സുകൾ സെറ്റ് ചെയ്യാൻ ശ്രമിക്കുക. കഴിയുന്നതും 1 ഇഞ്ചിൽ കൂടുതൽ ഹൈറ്റിൽ വുഡ് ഷേവർ ഇട്ട് തന്നെ സെറ്റ് ചെയ്യണം. ഇത് ഓൾറെഡി ഒരു മെക്കാവ് കിടന്ന കൂടാണ്. അപ്പം മെക്കാവുകൾ ഈ വുഡ് ഷേവർ ഇട്ട് സെറ്റ് ചെയ്തിരുന്ന ബോക്സിൽ വുഡ് ഷേവറെല്ലാം കടിച്ച് പുറത്ത് കളഞ്ഞതാണ്. ചില ബേർഡ്സുകൾ നമ്മൾ എത്ര വുഡ് ഷേവർ ഇട്ട് കൊടുത്താലും കടിച്ച് പുറത്ത് കളയും. അപ്പോൾ അതേ ഒരു ടെൻഡൻസി ഈ ആമസോണിനും ഉണ്ട്. അപ്പോൾ എല്ലാ പെയറുകൾക്കും ഇല്ല, ഈ ഒരു ആമസോണിന് ആ ഒരു ടെൻഡൻസി ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരു 25% ഓൾറെഡി ഉണ്ടായിരുന്ന വുഡ് ഷേവർ ഇത് വാരി പുറത്ത് കളഞ്ഞു. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, കട്ടി കൂടുതലാണ് വുഡ് ഷേവർ ഇട്ടിരുന്നെങ്കിൽ അത് എത്ര കളഞ്ഞാലും ഒരു ലെവലിൽ എപ്പോഴും വുഡ് ഷേവർ ഉണ്ടായിരിക്കുമായിരുന്നു. അപ്പോൾ അത് ആ ഒരു കട്ടി അതിനില്ലാത്തത് കൊണ്ട് വന്ന ഒരു പ്രശ്നമാണ്. വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ ഇതിനകത്ത് വുഡ് ഷേവർ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇത് വെറും പലകയുടെ പുറത്താണ് മുട്ടയിട്ടിട്ടുള്ളത്. ഫ്ലാറ്റായിട്ടുള്ള സ്ഥലത്താണ് ഇത് മുട്ടയിട്ടിട്ടുള്ളത്. ആ ഒരു ഇതുകൊണ്ടാണ് മുട്ട ഉരുണ്ടതും ആ നെൽറ്റിൽ പോയി തട്ടി ഒരു മുട്ട പൊട്ടിയിട്ടുള്ളത്. ഉഡ്ഷേവർ ഇട്ട് നമ്മൾ ബ്രീഡിംഗ് ബോക്സ് സെറ്റ് ചെയ്താൽ കുഞ്ഞാകുന്ന സമയവും മുട്ട ഇടുന്ന സമയം, ഒന്നാമതായിട്ട് മുട്ട ഇടുന്ന സമയം മുട്ടയ്ക്ക് സേഫ്റ്റിയാണ്. രണ്ടാമത് കുഞ്ഞാകുന്ന സമയത്ത് വെറും പലകയിലാണെങ്കിൽ കുഞ്ഞുങ്ങളുടെ കാല് സ്പ്ലിറ്റ് ആവാനുള്ള ചാൻസ് കൂടുതലാണ്. രണ്ടാമതായി ഉഡ്ഷേവർ ഉണ്ടെങ്കിൽ വേറെ ഒരു ഗുണം എന്താ പറഞ്ഞാൽ കുഞ്ഞുങ്ങൾ കുറച്ച് ഒന്ന് വലുതാകുമ്പോഴത്തേക്ക് ഡ്രോപ്പിങ്സ്, പൊതുവേ വലിയ ബേഡ്സിൻ്റെ ബേബീസിന് ഡ്രോപ്പിങ്സ് കുറച്ച് കൂടുതലായിരിക്കും. ബേബീസിൻ്റെ ഡ്രോപ്പിങ്സ് കുറച്ച് വാട്ടറി ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്ലെയിൻ പലകകൾ ഇതിൻ്റെ വെള്ളം അബ്സോർവ് ചെയ്യില്ല. ഉഡ്ഷേവർ കട്ടിക്കുണ്ടെങ്കിൽ ഇതിൻ്റെ ഡ്രോപ്പിങ്സിലുള്ള വെള്ളം ഉഡ്ഷേവർ അബ്സോർവ് ചെയ്യും. അപ്പോൾ കുഞ്ഞുങ്ങൾ നല്ല ഹെൽത്തി ആയിരിക്കും. ഡ്രോപ്പിങ്സ് വഴി ഉണ്ടാവുന്ന ഇൻഫെക്ഷനൊന്നും ഉണ്ടാവാതിരിക്കും. അടുത്തതായിട്ട് ഇതിൻ്റെ നെയിലിൽ അല്ലെങ്കിൽ ഈ ഡ്രോപ്പിങ്സ് കട്ടായിരുന്നിട്ട് ബോൾ പോലെ ഇതിൻ്റെ നെയിൽ ഫുള്ളും പറ്റി പിടിച്ചിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫിംഗറും നെയിലൊന്നും പ്രോപ്പറായിട്ടൊരു ഗ്രോത്ത് വരാതെ ചിലതെല്ലാം ബെൻഡായിട്ട്, ആ ഡ്രോപ്പിങ്സ് ഇരുന്ന് കട്ടയായിട്ടിരുന്നാൽ അങ്ങനെ ബെൻഡായിട്ട് തന്നെ ഇതിരിക്കും. അങ്ങനെ ചെറിയ വൈകല്യങ്ങൾ വരെ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം പ്രോപ്പറായിട്ട് ബോക്സ് സെറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ഉഡ്ഷേവർ മിനിമം 1 ഇഞ്ചിൽ കൂടുതൽ കട്ടിക്ക് ഉഡ്ഷേവർ ഇട്ട് തന്നെ സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ആമസോൺ പാരറ്റുകൾ പൊതുവെ 2 മുതൽ 3 മുട്ട വരെയാണ് ഇടാറുള്ളത്. ഇതിൻ്റെ അടയിരിക്കൽ കാലാവധി 26 ദിവസമാണ്. കുഞ്ഞ് വിരിഞ്ഞു കഴിഞ്ഞാൽ ഇത് 60 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് നെക്സ്റ്റ് ഔട്ട് ആകുന്നത്. നെക്സ്റ്റ് ഔട്ട് ആയിക്കഴിഞ്ഞാലും 15 ദിവസത്തിൽ കൂടുതൽ പേരൻസ് കുഞ്ഞുങ്ങൾക്ക് വീണ്ടും ഫീഡ് ചെയ്യും. അതിന് ശേഷം മാത്രമാണ് ഇവ നല്ല ലെവലിൽ സെൽഫ് ഈറ്റിംഗ് ആവുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ ഇത് സെൽഫ് ഈറ്റിംഗ് ആവാൻ വേണ്ടിയിട്ട് 2.5 മാസത്തോളം എടുക്കും. ഇതിൻ്റെ പെൺപക്ഷികളാണ് അടയിരിക്കുന്നത്. അടയിരിക്കുന്ന സമയത്ത് പെൺപക്ഷികൾ നെക്സ്റ്റിംഗ് ബോക്സിൽ നിന്ന് വളരെ ചുരുങ്ങിയ സമയം മാത്രം പുറത്തു വരികയുള്ളൂ. കുഞ്ഞ് വിരിഞ്ഞ് 15 ദിവസം കഴിഞ്ഞാൽ മാത്രമാണ് അരമണിക്കൂറിൽ കൂടുതൽ പെൺപക്ഷികൾ ബോക്സിൽ നിന്ന്, നെക്സ്റ്റിംഗ് ബോക്സിൽ നിന്ന് പുറത്ത് വരാറുള്ളത്. ബാക്കി സമയം ഫുള്ളും പെൺപക്ഷികൾ നെക്സ്റ്റിംഗ് ബോക്സിൻ്റെ ഉള്ളിൽ തന്നെ ആയിരിക്കും. ആൺപക്ഷികളായിരിക്കും പെൺപക്ഷികൾക്ക് തീറ്റ നെക്സ്റ്റിംഗ് ബോക്സിൻ്റെ ഉള്ളിലോട്ട് കൊണ്ടു കൊടുക്കുന്നത്. ആമസോൺ പാരറ്റുകളുടെ കുഞ്ഞുങ്ങൾക്ക് 10 ദിവസം കഴിഞ്ഞാൽ ക്ലോസ് റിങ് നമുക്ക് ഇട്ട് കൊടുക്കാൻ പറ്റും. കുറച്ച് വലുതായി കഴിഞ്ഞാൽ, ഫിംഗറെല്ലാം നല്ല കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലോട്ട് ക്ലോസ് റിങ് ഇടാൻ പറ്റില്ല. പിന്നെ നമുക്കിതിലോട്ട് കട്ട് റിങ് മാത്രമേ ഇടാൻ പറ്റുള്ളൂ. ഫിംഗറെല്ലാം നല്ല കട്ടിയായതിന് ശേഷം നമ്മൾ ക്ലോസ് റിങ് ഇടാൻ ശ്രമിച്ചാൽ ഇതിൻ്റെ വിരൽ ഒടിയാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പം അതിനോളം ശ്രമിക്കാതിരിക്കുക. കുഞ്ഞുങ്ങളായി കഴിഞ്ഞാൽ ഇവയ്ക്ക് നല്ല സോഫ്റ്റായിട്ടുള്ള ഫുഡുകൾ ധാരാളം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാര്യം കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യണത് കൊണ്ട് കട്ടിയുള്ള ഭക്ഷണങ്ങൾ കൊടുക്കാതെ മാക്സിമം സോഫ്റ്റായിട്ടുള്ളതും പെട്ടെന്ന് ദഹിക്കുന്ന തരത്തിലുള്ള പ്രോട്ടീൻ കൂടിയ ഭക്ഷണങ്ങൾ കൊടുക്കുന്നതാണ് കുഞ്ഞിൻ്റെ ശരിയായുള്ള വളർച്ചയ്ക്കും ദഹനത്തിനുമൊക്കെ നല്ലത്. ആമസോൺ പാരറ്റുകളെ കുഞ്ഞിലേ എടുത്ത് വളർത്തി കഴിഞ്ഞാൽ നല്ല സംസാരിക്കുന്നതിലുപരി നല്ല രീതിയിൽ ഇതിനെ ട്രെയിൻ ചെയ്ത് നല്ല ഒരു പെറ്റായിട്ട് കൂടെ നമുക്ക് വയ്ക്കാൻ പറ്റും. സാധാരണ എല്ലാ ആൾക്കാരും ടേമഡായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്, ഒരു പെറ്റായിട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് എല്ലാ ആൾക്കാരും സെലക്ട് ചെയ്യുന്ന ഒരു പക്ഷി കൂടെയാണ് ഈ ആമസോൺ പാരറ്റുകൾ. വീഡിയോയുടെ ആദ്യം പറഞ്ഞതുപോലെ കേരളത്തിലെ ആദ്യത്തെ യെല്ലോ ക്രൗണ്ട് ആമസോൺ കുഞ്ഞുങ്ങളാണ് ഇവർ. അപ്പോൾ ഇതിനെ വാങ്ങിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോയിൽ എൻ്റെ നമ്പറുണ്ട്, നിങ്ങൾക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യാം. കേരളത്തിൽ എല്ലാ സ്ഥലത്തും നമുക്ക് ഡെലിവറി ചെയ്യാൻ പറ്റും.